ഹായ് ഹലോ, ഞങ്ങളുടെ കുഞ്ഞോണം ഞങ്ങൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തത് എന്ന് കാണിക്കുന്ന ഒരു കൊച്ചു വ്ളോഗാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്, അതായത് ഓണത്തിന് മുന്നേ ഉള്ള വീക്കെൻഡിൽ പോയിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രവാസികളുടെ സ്വന്തം ലുലുവിൽ പോയിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ, പച്ചക്കറികളും പലചരക്ക് സാധനങ്ങളും അങ്ങനെയുള്ളതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ദിവസങ്ങളിലൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉത്രാടത്തിൻ്റെ രാവിലെയും ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം സന്ധ്യ ആയപ്പോഴത്തേക്കും നമ്മൾ ഉത്രാട വിളക്കൊക്കെ കത്തിച്ചു. അത് കഴിഞ്ഞിട്ട് പെരുമാൾ സ്റ്റോഴ്സിൽ പോയിട്ട് കുറച്ച് പൂക്കളൊക്കെ രാവിലെയും കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി പോയിട്ട് കുറച്ചുകൂടെ മേടിച്ചിട്ട് വന്നു. പിന്നെ തലയിൽ വെക്കാനുള്ള പൂവെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ കിട്ടുന്നതിനെക്കാട്ടിയും റീസണബിൾ ആയിട്ട് ഇവിടെ പൂക്കളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു തെറ്റില്ലാത്ത പൂക്കളിടാനുള്ള പൂവൊക്കെ ഉണ്ടായിരുന്നു ഒരു 60 ദിർഹംസിന് വാങ്ങിച്ചപ്പോൾ. പിന്നെ ഞങ്ങൾ ഒരു 15 ദിർഹംസിന് തലയിൽ വെക്കാനുള്ള പൂക്കളമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു രാത്രി തന്നെ കുറച്ച് കറികൾക്കുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെക്കാം. അതായത് സാമ്പാർ, അവിയൽ, കൂട്ടുകറി, അതിനൊക്കെ ഉള്ളത്. തോരനൊക്കെ ഞാൻ രാവിലെയാണ് കട്ട് ചെയ്തത്. അപ്പോൾ അതൊക്കെ ചെയ്ത് വെക്കാം. പിന്നെ ഇഞ്ചിപ്പുളി നമ്മൾ തലേന്ന് ഇട്ട് വെക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇഞ്ചിപ്പുളിയോ ഇട്ട് വെക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആദ്യം തന്നെ അവിയലിനും സാമ്പാറിനും ഒക്കെ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ട് നാട്ടിലെയും ഡിഫറൻസ് ഒക്കെ ഒന്ന് ചർച്ച ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ദൂരെ എവിടെ നിന്നോ ആണെന്ന്. അല്ല, തൊട്ട് ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിൽ നിന്ന് വിളിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സംസാരിച്ചതാണ്. നമ്മൾ ഓണം പ്രിപ്പറേഷൻസ് ഒക്കെ എന്തൊക്കെ ആയെന്ന് ചോദിക്കാനായിട്ട് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറയുമായിരുന്നു സാമ്പാറിൽ അവർ കായയും ചേനയും മത്തങ്ങയൊക്കെ ഇടുമെന്ന്. അപ്പോൾ പല നാട്ടിലും പല രീതിയാണല്ലോ. ഞങ്ങളുടെ നാട്ടിൽ കായയും ചേനയൊക്കെ അവിയലിലേ ഇടത്തുള്ളൂ, ഈ സാമ്പാറിലിടത്തില്ല. അതുപോലെ മത്തങ്ങ നമ്മളങ്ങനെ ഇടാറില്ല, കാരണം മത്തങ്ങ ഇടുമ്പോൾ സാമ്പാറിനൊരു മധുരം വരും. അപ്പോൾ ഞാൻ ഫസ്റ്റ് അവിയലിനെ അരിഞ്ഞിട്ടുള്ളത്, ആ കായയും ചേനയൊക്കെ എടുത്തിട്ടുള്ളത്. ഇവിടെ മദീനയിൽ നിന്ന് സാമ്പാർ കിറ്റ് അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് നോക്കുമ്പോഴും അതിലും ഈ കായയും ചേനയും എല്ലാം ഇട്ടിട്ടുണ്ടാവും. ഞാനങ്ങനെ വെച്ച് നോക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ തന്നെ ആയിരിക്കില്ലേ ഫേവറേറ്റ്. അപ്പം നമ്മളതൊന്നും ഇടാറില്ല. അപ്പോൾ ആദ്യം തന്നെ അവിയലിന് കട്ട് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞ് സാമ്പാറിന് കട്ട് ചെയ്തു, കൂട്ടുകറിക്ക് കട്ട് ചെയ്തു, പിന്നെ ഞാൻ ഇഞ്ചിപ്പുളി ഉണ്ടാക്കി. അപ്പോൾ ഇഞ്ചിപ്പുളി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞ് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഇഞ്ചിയും കൊച്ചുള്ളിയും വട്ടമായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കും. എനിക്കിവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള പാത്രങ്ങളേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ചെറിയ ചീനച്ചട്ടിയിൽ തന്നെ ഇഞ്ചിപ്പുളി ഇട്ടങ്ങ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ പാത്രം എടുത്തിട്ടുള്ളത്. ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനൊന്നും ഫ്രൈ ചെയ്യാൻ പറ്റില്ല. ഫ്രൈ ചെയ്യുന്തോറും ഈ പാത്രം ഇങ്ങനെ കറുത്തുകൊണ്ടിരിക്കും. കഴുകുമ്പോൾ പോവും, പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മുടെ സാധനങ്ങളൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടെന്ന്. പക്ഷെ ഒന്നും കരിഞ്ഞു പോയിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഈ പാത്രം ഇങ്ങനെ കറുത്ത് വരും. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ കടുക് പൊട്ടിക്കുക. അത് കഴിഞ്ഞ് പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതൊന്ന് കുക്കായി വരുമ്പോഴേക്കും പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി, ഇത്രയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് പച്ചമണം മാറി വരുമ്പോഴേക്കും ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ച പുളി വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം അതും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് കുക്കായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഇഞ്ചിയും കൊച്ചുള്ളിയും കൂടി വറുത്തിട്ടില്ലേ, അതൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇടേണ്ടത്. എൻ്റെത് കുറച്ച് കൂടുതലൊന്ന് അരഞ്ഞു പോയി, എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു, തെരിതെരിയായിട്ടൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മാങ്ങയിൽ കുറച്ച് ഉപ്പും കായവും കൂടി ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പിറ്റേ ദിവസം തന്നെ അച്ചാറിടാനായി. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി ഒരു 1:30 മണിയായിട്ടുണ്ടായിരുന്നു. എന്നാലും പൂക്കളത്തിനുള്ള ഡിസൈനൊക്കെ ഒന്ന് വരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്കെച്ച് പെൻ വെച്ചിട്ട് വീട്ടിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ പൂക്കളിടുന്നത്, വേറെ സ്ഥലമൊന്നും ഇല്ലല്ലോ. പൂക്കളത്തിൻ്റെ ഡിസൈനൊക്കെ വരച്ചിട്ട് കിടന്നുറങ്ങി. രാവിലെ ഒരു 6:30 ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ കുളിക്കാനായിട്ട് പോയി. ഇപ്പം ഓണം അല്ലെങ്കിൽ ഡെയിലി ഇങ്ങനെ രാവിലെ എണീറ്റ് കുളിച്ചിട്ടൊന്നും അല്ല പണികളൊക്കെ ചെയ്യുക. അപ്പോൾ ഓണം ആയതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് കുളിച്ച് ഓണക്കോടിയൊക്കെ ഇട്ട് വന്നിട്ട് ഫസ്റ്റിൽ ഞാൻ വിചാരിച്ചു പൂക്കളം ഇടാമെന്ന്. അപ്പോൾ പൂവൊക്കെ എടുത്തുകൊണ്ട് വന്ന് പൂക്കളത്തിന് വേണ്ടിയിട്ട് പൂവൊന്നും ശരിയാക്കി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പൂവ് ജസ്റ്റ് വാങ്ങിച്ച് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ പൂവൊന്ന് അതിൻ്റെ ഇതളൊക്കെ ഒന്ന് പിരിച്ച് വെക്കണമല്ലോ. അപ്പോൾ അതായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ
ഇതുപോലെ കുറേ കേക്ക് ബോർഡ് എടുത്തിട്ട് വന്ന് പല കളറിലുള്ള പൂക്കൾ ഓരോരോ കേക്ക് ബോർഡിലേക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കളേഴ്സൊന്നും നമുക്കില്ല, ഉള്ള കളറൊക്കെ വെച്ചിട്ട് പറ്റുന്നിടത്തോളം ഭംഗിയായിട്ടൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. കൂടുതലും ഉണ്ടായിരുന്ന മഞ്ഞ കളറാണ്, പിന്നെ അരളിപ്പൂവ്, റോസാപ്പൂവ്, പിന്നെ ഇങ്ങനത്തെ ജമന്തി പൂക്കൾ വെള്ള കളറിലും, പിന്നെ ഒരു വയലറ്റ് കളറും, പിന്നെ ഒരു റോസ് ഷെയ്ഡിലൊക്കെ വരുന്ന അങ്ങനത്തെ പൂക്കളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതുപോലെ ആക്കി സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. അതിനെന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ അല്ലുക്കുട്ടിയാണ്. അപ്പോൾ അരളിപ്പൂക്കൾ ഇതിൻ്റെ ഇടയിൽ അങ്ങ് മിക്സായി പോയിട്ടുണ്ടായിരുന്നു, അത് മൊത്തം അരളിക്കുട്ടി മാറ്റി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റിലെ എല്ലാ പൂക്കളും ശരിയാക്കി വെച്ചു. എന്നിട്ട് ഈ വരച്ച് വെച്ചതിൽ ഞാൻ നമ്പേഴ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഏത് നമ്പറിലാണ് ഏത് കളർ പൂവിടേണ്ട അങ്ങനത്തെ ഒരു നമ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ എനിക്ക് രാവിലെ ആകുമ്പോൾ ഇത് നോക്കിയിട്ട് തന്നെ പ്രാന്തായിട്ടുണ്ടാവുമായിരുന്നു. അപ്പോൾ അത് പിന്നെ ഈ വാടാർമല്ലിപ്പൂവ് എന്താ വാങ്ങിച്ചത് അത്ര നന്നായിട്ടുണ്ടായിരുന്നില്ല, വേറെ പൂക്കളൊക്കെ നല്ലതായിരുന്നു. വാടാർമല്ലിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നടുവിൽ മാത്രമായിട്ട് കുറച്ച് നല്ല പൂക്കൾ മാത്രം എടുത്ത് ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനും അല്ലുക്കുട്ടിയും കൂടെ പൂക്കളൊക്കെ ഇട്ട് തന്നു. അപ്പോൾ സനിച്ചേട്ടനാണ് വീഡിയോ എടുത്തത്, അതുകൊണ്ട് എല്ലാം ഇങ്ങനെ പോർട്രേറ്റ് മോഡലാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഞാൻ 3 വീഡിയോയും കൂടി ഇങ്ങനെ സിങ്ക്രണൈസ് ചെയ്ത് അങ്ങ് ഇട്ടിട്ടുണ്ട്. പിന്നെ സനിച്ചേട്ടനാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതും ചായ ഇട്ട് തന്നതും എല്ലാം. എനിക്ക് ലഞ്ചൊക്കെ ഉണ്ടാക്കാനുള്ളതുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഫുൾ പൂക്കളം ഇട്ടു. അപ്പോൾ കൂടുതൽ ലൈറ്റ് ഷെയ്ഡ്സാണ് ഉള്ളത്. ഞാൻ നടുക്കേക്ക് ഡാർക്കും പുറത്തേക്ക് ലൈറ്റും ഇട്ടത്. കുറച്ച് പുറത്തൊരു ബോർഡർ വെക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പൂവ് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ഓണാശംസകളും കൂടി ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മലയാള തനിമയൊക്കെ വരുമല്ലോ. അപ്പോൾ ഞങ്ങൾക്കുള്ള സ്ഥലത്തൊക്കെ ഒരു വലിയ പൂക്കളം, ഞാൻ എൻ്റെ ലൈഫിൽ ഇടുന്നതിൽ ഏറ്റവും വലിയ പൂക്കളാണിത്. സ്കൂളിലൊക്കെ ഷെയറിങ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും ഞാൻ ഒറ്റയ്ക്ക് ഇത്രയും വലിയ പൂക്കളം ആദ്യമായിട്ട് ഇടുക. അത്യാവശ്യം നല്ല പൂക്കളായിരുന്നു. അപ്പോൾ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പൂക്കളിടാൻ കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ചോറാണ് വെക്കുന്നത്. അപ്പം ഞാനിവിടെ കുക്കറിലാണ് ചോറ് വെക്കാറ്. ഒറ്റ വിസിൽ, പിന്നെ 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും അരി വാർക്കാനായിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് നേരെ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. സാധാരണ സാമ്പാർ ഞാൻ പീസസും പരിപ്പും കൂടിയൊക്കെ ഒരുമിച്ചിട്ടിട്ടാണ് വെക്കാറ്, പക്ഷേ ഇത് സദ്യപ്പരിപ്പായതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യുവാണ്. പരിപ്പ് ഒരു വിസിൽ കഴിഞ്ഞിട്ട് അതിൻ്റെ വിസിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് പച്ചക്കറി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, എന്നിട്ട് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തക്കാളി, അതുപോലെ വെണ്ടയ്ക്ക, മുരിങ്ങക്കോല്, പിന്നെ ഉള്ളി, ഇത് ഇത്രയും ഞാൻ ഇട്ടിട്ടില്ല, അത് സെപ്പറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ പച്ചമുളകും കറിവേപ്പിലയും മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ചിട്ട് അതങ്ങ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിലേക്കുള്ള തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തത്. അപ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും പിന്നെ കൊച്ചുള്ളി, അവിയലിൽ ഉള്ളി ഇട്ടിട്ടില്ല, ആ കൊച്ചുള്ളി അതിൽ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അപ്പോൾ തക്കാളി ഒരു കുഞ്ഞ് വേവായി കഴിയുമ്പോഴത്തേക്കും തക്കാളി ഇട്ടു. പിന്നെ അതും കൂടെ കുറച്ചൊന്ന് കുക്കായി കഴിയുമ്പോഴത്തേക്കും ഉപ്പും ഇട്ട് ഈ അരപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ കടുക് വറുത്താൽ മതി. അപ്പോൾ ഞാൻ കടുക് വറുക്കുന്നത് സാമ്പാറിലേക്കും അവിയലിലേക്കും ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ ഒരുമിച്ചങ്ങ് ചെയ്തിട്ട് അവിയലിലേക്കുള്ള മാറ്റിയിട്ട് പിന്നെ അതിൽ ബാക്കി നമ്മുടെ സാമ്പാറിൻ്റെ ബാക്കി കഷ്ണങ്ങളൊക്കെ വേവിച്ചിട്ട് ഇടണം. അപ്പം കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇട്ടിട്ട് ഇത് നമ്മുടെ അവിയലിലേക്ക് കടുക് വറുത്തത് ഇട്ട് കൊടുത്തു. പിന്നെ ഈ കഷ്ണങ്ങളെല്ലാം കൂടി എടുത്ത് ഇതിലേക്ക് ഇട്ടു. കുറച്ചുകൂടെ വലിയൊരു പാത്രം എടുക്കേണ്ടതായിരുന്നു. എന്നിട്ട് അതിനാവശ്യമുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, സാമ്പാർ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കുക്കായി വരുമ്പോഴേക്കും നമ്മുടെ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും സാമ്പാർ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനിതിങ്ങനെ ലൂസായിട്ട് വെച്ചെങ്കിൽ ലാസ്റ്റ് ഇത്തിരി ഒന്ന് കട്ടിയായി പോയിട്ടുണ്ടായിരുന്നു സാമ്പാർ. എനിക്ക് കുറച്ച് ലൂസായിട്ടുള്ള സാമ്പാറാണ് ഇഷ്ടം, പക്ഷേ കുഴപ്പമില്ല, ഇന്ന് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ സെപ്പറേറ്റ് എല്ലാം കൂടി ചെയ്യാറൊന്നുമില്ല, എല്ലാം ഒരുമിച്ചായിട്ടാണ് ചെയ്യാറ്. അപ്പം ഇതിങ്ങനെ ഓരോ ഓർഡറിൽ ഞാൻ വെച്ച് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാത്രങ്ങൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് കുക്കറിലെ സാമ്പാറും അവിയലൊക്കെ മാറ്റേണ്ടി വരും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തു പോകുന്നത്. അപ്പോൾ ആദ്യമേ ചെയ്യണമെന്ന് വിചാരിച്ചത് അച്ചാർ, ഈ പാത്രങ്ങളുടെ കുറവ് കൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തു പോകുന്നത്. അപ്പോൾ അച്ചാർ ഇടാനായിട്ട് ഫസ്റ്റിൽ നല്ലെണ്ണ ഒഴിച്ചു, അതിലേക്ക് ഇഞ്ചി,
വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടു. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക് ആദ്യമേ ഞാൻ ഇടാറില്ല, ഇങ്ങനെ ഇടാറ്. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കായം ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ മാങ്ങയിലിട്ട കായം ഒഴിവാക്കിയിട്ട് ബാക്കിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഉപ്പിട്ട് ഒരു ലേശം മസാലക്കുള്ള ഉപ്പിട്ട് കൊടുത്തു, കാരണം മാങ്ങയിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് ആ മാങ്ങയിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, അതുൾപ്പെടെ ആ മാങ്ങ അങ്ങനെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അച്ചാർ ഇടുന്നതായിരുന്നു ഇതിൽ ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഇനി കൂട്ടുകറിക്കായിട്ട് സാമ്പാർ മാറ്റിയിട്ട് കുക്കർ ഒഴിവാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ തലേന്ന് കുതിർത്ത് വെച്ച കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 പച്ചമുളകും കുറച്ച് ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 3-4 വിസിൽ കേൾക്കണം, എന്നാലേ കടല എന്ത് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പച്ചപ്പയർ ഇതുപോലെ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളെ പരിപ്പ് ഉണ്ടാക്കാനായിട്ടാണ്. അപ്പം നമ്മളിതുപോലെ കഴുകിയിട്ടല്ല വറുത്തിട്ട് പൊടിച്ചിട്ടാണ് കഴുകുക. എന്നിട്ട് അത് വറുത്ത് മാറ്റി അടുപ്പിലേക്ക് ഞാൻ ബീട്രൂട്ട് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പച്ചടിക്കുള്ള ബീട്രൂട്ടാണ്. അതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് അത് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഒരു ടൈം പോലും വേസ്റ്റ് ചെയ്യാണ്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, എന്നാലേ പെട്ടെന്ന് കഴിയത്തുള്ളൂ. അപ്പം ആ ബീട്രൂട്ടിലേക്ക് കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അരപ്പുണ്ടാക്കാനായിട്ട് പച്ചമുളകും ജീരകവും ഇട്ട് തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അരപ്പൊന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് കൂട്ടുകറിക്കുള്ള കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. കായയും ചേനയും ഞാൻ ഇതുപോലെ സ്ക്വയറായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടല വെന്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 വിസിൽ കേൾക്കുമ്പോഴേക്കും അതങ്ങനെ കുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ കിച്ചടിയിലേക്ക് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുപ്പൊക്കെ ഓഫായിട്ട്. എന്നിട്ട് നമ്മുടെ പയർ നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച ശേഷം അതിനിതുപോലെ കഴുകുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പരിപ്പ് വറുത്ത് പൊടിച്ചതിന് ശേഷമാണ് കഴുകുന്നത്. അപ്പോൾ അതിൽ ആ തോടും പോയിട്ടുണ്ടാവും, അഴുക്കും പോയിട്ട്. ഇനി ആ പയർ ഞാൻ ആ വലിയ കുക്കറിൽ അരി വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുക്കർ ഒഴിവാക്കി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഈ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് അത് ഒരു 2-3 വിസിൽ വേണം ഒന്ന് കുക്കായി വരാൻ. അപ്പോഴേക്കും നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നതുകൊണ്ട് ആ ഒരു പണി ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട്. നാട്ടിലാണെങ്കിൽ അതും കൂടെ ചെയ്യേണ്ടി വന്നേനെ. അപ്പോൾ കൊച്ചുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ജീരകവും ഇട്ടിട്ട് അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തോരൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ജീരകവും കൂടി, കടുക് വറുക്കുന്ന കൂട്ടത്തിൽ ജീരകവും കൂടി ഒന്ന് വറുത്ത് വറ്റൽമുളകും സവോളയും പിന്നെ പച്ചമുളകും ഇട്ട് ഒന്ന് നന്നായിട്ട് കുക്കായി വരുമ്പോഴേക്കും മഞ്ഞൾപ്പൊടി ഇട്ടു. ഇതെൻ്റെ ഒരു സ്റ്റൈലിലെ തോരനാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ക്യാബേജ് തോരനാണ്. അപ്പോൾ ക്യാബേജ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് വെച്ച് അടച്ച് വെച്ച് വേവിക്കണം. ഇനി അതൊന്ന് കുക്കായി വന്ന ശേഷം ഞാൻ തേങ്ങ അങ്ങനെ അരക്കത്തൊന്നുമില്ല, ജീരകവും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് കഴിഞ്ഞുള്ളൂ. ഇനി തേങ്ങ ഡയറക്റ്റായിട്ട് ഇത് നന്നായിട്ട് കുക്കായ ശേഷം ഇട്ട് കൊടുക്കത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉപ്പ് ആദ്യമേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് അത് വേവിച്ചെടുക്കണം. എന്നിട്ട് വെന്ത് വന്നപ്പോൾ ഞാൻ തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാകുമ്പോഴേക്കും നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ടാകും. എൻ്റെ തോരൻ ഭയങ്കര സിമ്പിളാണ്, എന്നാൽ ടേസ്റ്റിയുമാണ് കേട്ടോ. ഇനി നമ്മുടെ പരിപ്പിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഞാൻ ഇതിൽ നമ്മുടെ കൂട്ടുകറിക്ക് തേങ്ങ മാത്രം ഇങ്ങനെ ഒന്ന് അരച്ച് ജീരകം ഇട്ട് അരച്ച് ചേർത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. അപ്പോഴേക്കും നമുക്കിനി പായസത്തിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ശർക്കര ഞാനൊന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളം ചേർത്തിട്ട്. അതുപോലെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ തേങ്ങാപ്പാലിന് കട്ടി കുറവാണ്, അതുകൊണ്ട് എൻ്റെ പായസം കുറച്ചൊന്ന് ലൂസായിട്ടാണ് കിട്ടിയത്. തേങ്ങാപ്പാൽ മേടിക്കാനുള്ളതായിരുന്നു, പിന്നെ അത് ചിന്തിച്ചിട്ടുമില്ല. അപ്പം ഞാൻ അടപ്പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അട ഇതുപോലെ ഒരു പാത്രത്തിൽ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് തിളച്ച വെള്ളത്തിലേക്ക് അട ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ എടുത്ത് കടുവറുത്തിടാനുള്ള, ബാക്കിയുള്ളതിനൊക്കെ കടുവറുക്കാനുണ്ടല്ലോ, അപ്പോൾ അതിനായിട്ട് കടുവറുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കടുവറുത്തത് ബാക്കി എല്ലാത്തിലും ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിൽ കുറച്ച് തേങ്ങ ഇട്ട് വറുത്തിട്ട് കൂട്ടുകറിക്ക് ചേർക്കുക. എന്നാലേ കൂട്ടുകറി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് വറുത്തൊരു ബ്രൗൺ കളറാവണം. അതിലേക്ക് കുറച്ച് കറിവേപ്പും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ കൂട്ടുകറിയിൽ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ കൂട്ടുകറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് പപ്പടം വേണം, പിന്നെ നമ്മുടെ കൊണ്ടാട്ടം മുളക് വേണം. അങ്ങനെ അതെല്ലാം റെഡിയാക്കി എടുക്കുകയാണ്. പപ്പടമൊക്കെ ജസ്റ്റ് ചെറിയൊരു ഷോട്ട് എടുത്തോളൂ, ഭയങ്കര ധൃതിയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കൊണ്ടാട്ടം മുളക് റെഡിയാക്കി. ഇനി നമ്മുടെ പായസം റെഡിയാക്കണം. അപ്പോൾ ഞാൻ വേവിച്ച് കഴുകി വെച്ചിട്ടുള്ള അടയുണ്ടല്ലോ, നമ്മുടെ നെയ്യ് ഒന്ന് ഒരുക്കിയ ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് വരണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് ഇതുപോലെ നമ്മുടെ ശർക്കര അരിച്ച് ചേർക്കണം. എന്നിട്ട് 1-ാം പാലും ചേർത്തിട്ട് കുറേ നേരം എടുക്കും, അതൊന്ന് വറ്റി വരണം. വറ്റി വന്ന ശേഷം 1-ാം പാൽ കൂടി ഒഴിച്ച് കൊടുക്കുക. ആദ്യം 2-ാം പാൽ ഒഴിച്ച് കുക്ക് ചെയ്തു, 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കുക്ക് ചെയ്യത്തില്ല. പിന്നെ നമ്മുടെ
നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തപ്പം നമ്മുടെ സദ്യ ഫുള്ള് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും, പക്ഷേ നമുക്ക് നമ്മുടെ ഒരു ആരോഗ്യവും നമ്മുടെ ആവശ്യമൊക്കെ നോക്കി അതിനനുസരിച്ചിട്ടുള്ളൊരു സദ്യയല്ലേ നല്ലത്. അപ്പം ഞാൻ അതുപോലെ പായസം, പരിപ്പ്, അച്ചാറുകൾ, പിന്നെ പപ്പടം, അതുപോലെ സാലഡ്, കിച്ചടി, പിന്നെന്താ തോരൻ, അവിയൽ, സാമ്പാർ, കൂട്ടുകറി, പരിപ്പ്, കൂടെ കുറച്ച് ശർക്കര വരട്ടിയും ചിപ്സും പുറത്തുനിന്ന് മേടിച്ചതുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെയായിരുന്നു നമ്മുടെ സദ്യ എന്ന് പറയുന്നത്. അപ്പോൾ സദ്യയൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നേരെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി അവരുടെ കൂടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ട് അത്രയേ ഉള്ളൂ നമ്മുടെ ഓണം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെ ഓണം അടിപൊളിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഓണത്തിൻ്റെ ക്ഷീണമൊക്കെ മാറ്റിയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.